ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ മോളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ. ഫുൾ ഡേ ഉള്ള വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ചെറുക്കുട്ടൻ വന്നതിന് ശേഷം ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അമ്മയുടെ അപ്പയുടെ. അങ്ങനെ ചെറുക്കൂട്ടനും മോളും ഞാനും കൂടെ ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോവാണ് ഗീസ്. അങ്ങനെ നമുക്ക് ഓട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിരുവോണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ഇനി അടുത്ത നാളെ ഓണമൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോയി തൊഴുതിന് ശേഷം നാരങ്ങ വിളക്കൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചു. മോളുടെ താലിയിട്ട് ആറ്റുകാലമ്മയുടെ നടയിൽ വെച്ചിട്ടായിരുന്നേ. അപ്പം വെഡിങ് ആനിവേഴ്സറി 4 വർഷമാണേ. അപ്പം ആ ദിവസം എൻ്റെ ചെറുക്കുട്ടനെയും കൂടി കൊണ്ടുവന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം ഒരുപാട് മനസ്സിൽ സന്തോഷം. ദൈവത്തിന് ഒരുപാട് നന്ദിയാണ്. എൻ്റെ ചെറുക്കൂട്ടൻ ഇപ്പം കുറച്ച് നിൽക്കുകയൊക്കെ ചെയ്യും, കുറച്ച് പിടിച്ചൊക്കെ നടക്കും. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിചയത്തിൽ അവിടുത്തെ ഒരു അങ്കിള് നമുക്ക് പായസമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കട്ടി പായസവും പാൽപ്പായസവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നും പായസമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഓണം എടുത്ത് വരെയല്ലേ, വീണ്ടും പായസമൊക്കെ കുടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് പായസമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ സിദ്ധുമോന് നാട്ടിലില്ലാത്തതുകൊണ്ട് പായസമൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയാണ് ഗൈസ്. വന്നിടം തന്നെ നമ്മൾ കവർ പൊട്ടിച്ച് പാൽപ്പായസമൊക്കെ ഒഴിച്ചു. കട്ടിപ്പായസം ഉണ്ടായിരുന്നു. പാൽപ്പായസം ചെറുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മോള് കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മേടിക്കാനായിട്ട് മോളും മോനും കൂടി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പ ആൻഡ് അമ്മ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുക്കുട്ടിന് ഞാൻ കേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചെറുക്കൂട്ടൻ്റെ അമ്മ കേക്കൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. സിദ്ധുമോന് വീഡിയോ കോളിൽ നമ്മളെ വിളിച്ചിട്ടാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. ഇനി മോൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുവാണ്. അപ്പം അതിനൊക്കെ സിദ്ധുമോന് വരാനുള്ളത് കൊണ്ട് അടുപ്പിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ചെറുക്കൂടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്യാനും കേക്ക് കഴിക്കാനും ഒക്കെ. ഇനി ചെറുക്കൂട്ടന് വേണ്ടി ഇപ്പം കേക്ക് കട്ട് ചെയ്യേണ്ട ദിവസമായി വരുവാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ അതിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ചെറുക്കുട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി കേക്കാണ്. ഇവിടെ മഫിൻ ഹൗസിൽ നിന്നായിരുന്നു. അപ്പം അവിടെ നല്ല കേക്ക് കിട്ടുന്നൊരു ഷോപ്പാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ മിക്കവാറും ഓർഡർ ചെയ്യുന്നത്. മോള് കേക്കൊന്നും കഴിക്കത്തില്ലെങ്കിലും ഭയങ്കര ഇതാണ് കേട്ടോ, കട്ട് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം, അതാണ് മോളുടെ ഇഷ്ടം. അല്ലാതെ കഴിക്കുന്ന കാര്യത്തിലൊന്നും ഒരു ഇഷ്ടമില്ല. മധുരം അങ്ങനെ കഴിക്കാറില്ല മോള്. പക്ഷേ എൻ്റെ ചെറുക്കുട്ടൻ മധുരമൊക്കെ കഴിക്കുന്ന തോന്നുന്നു. ചെറുക്കൂട്ടൻ കേക്കൊക്കെ അമ്മയുടെ അപ്പയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ചെറുകുട്ടി അങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഗീസ്. ഇനിയാണേൽ ഇത് ഷൂട്ട് എടുക്കണം എൻ്റെ ചീക്കുട്ടിയുടെ കേക്ക് അല്ലേ. ഈ 10 മാസത്തിൽ മോള് ഒരു കാര്യങ്ങൾ വെച്ചിട്ട് വെറൈറ്റി ഇട്ടാണ് ഷൂട്ടൊക്കെ ചെയ്തത് കേട്ടോ. ഈ 11ാം മാസത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂ വെച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ജമന്തി പൂ വച്ചിട്ടാണ് കേട്ടോ അടുത്ത ഇന്നത്തെ ഷൂട്ട് എടുത്തത്. അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം വൈകിട്ടായപ്പോൾ മോള് പറഞ്ഞു നമുക്ക് ഓണത്തിൻ്റെ ഷൂട്ട് എടുക്കാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ വെള്ളയാണിയിൽ, അടുത്താണല്ലോ വെള്ളയാണി, അങ്ങനെ ഒത്തിരി വെള്ളയാണിയിൽ പോയി ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളവിടെ വെള്ളയാണിയിലോട്ട് പോയത് കേട്ടോ ഷൂട്ട് എടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി
ഞാനും ചെറുക്കൂട്ടനും മോളും കൂടെ പോവുകയാണേ. അങ്ങനെ നമ്മൾ റെഡിയായി കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ പ്ലേസൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ആ സ്ഥലം അല്ലായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി പ്ലേസൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത് കായലാണ് കേട്ടോ. നമ്മളങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പക്ഷേ വയലാണ് മോൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ വയലിൻ്റെ സൈഡ് എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പുഞ്ചക്കരിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പുഞ്ചക്കരി അടുത്തായിരുന്നു. പക്ഷേ നല്ല പ്ലേസ് ഉണ്ടായിരുന്നു. പക്ഷേ മോള് ആ വയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വയലിൽ ഇറങ്ങി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ പറ്റിയിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മോളുടെ ഡ്രസ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഞാനും അവിടെ നിന്ന് 2 റീലൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം ഒരു സ്പെഷ്യൽ ഓണമായിരുന്നു. എൻ്റെ ചെറുക്കുട്ടൻ വന്നിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ടാവാം എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പുറത്തോട്ടൊക്കെ പോയി കറങ്ങാനൊക്കെ പോയിട്ടുണ്ടാവില്ലേ. നമ്മൾ ഈ പ്രാവശ്യം ഒന്നും കറങ്ങാനൊന്നും പോയില്ല. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അടുത്ത് വരുവാണ്. അപ്പോൾ നമുക്കിപ്പം ഒത്തിരി ദൂരം ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു സ്ഥലത്തും പോകുന്നില്ല കേട്ടോ. അടുത്ത ഓണത്തിന് നമ്മൾ അടിച്ച് പൊളിക്കാനാണ് കേട്ടോ പ്ലാന്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോസായിട്ട് ഇനി തിരുവോണത്തിൻ്റെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. അപ്പം വേറെ എന്താ പറയുക, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ഓണം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയല്ലേ. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.